السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു തആലയുടെ ഫضل से അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ഈദ് ആഘോഷിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈ ഒരു സന്ദർഭം തന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഈദ് കൂടി കാണാൻ അവസരമൊരുക്കിയിരിക്കുന്നു. ഈദിൻ്റെ യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാർഗങ്ങളിലൂടെ നടന്നുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുമ്പോഴാണ്. റംസാനിടയിൽ നൂറുകണക്കിന് ആളുകൾ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. അതായത് ഞങ്ങൾ റമദാനിൽ നിന്ന് ശരിയായ പ്രയോജനമെടുക്കുന്നവരായി തീരാനും അതുപോലെ റമദാനിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാനും തൗഫീക്ക് കിട്ടാൻ ദുആക്ക് പറയുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി എല്ലാ അമതികളും തങ്ങളുടേതായ കഴിവനുസരിച്ച് പ്രയത്നിച്ചിട്ടുമുണ്ടാകാം. അള്ളാഹു അവരുടെ ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ, അതിനെ ഫലദായകവുമാക്കട്ടെ. നല്ല ഫലദായകമായ വൃക്ഷമെന്ന് പറയുന്നത് അതിൽ നിന്ന് സ്ഥായിയായി ഫലങ്ങൾ കിട്ടുന്നതായിരിക്കണം. അല്ലാതെ ഒരു വർഷം ഫലം കിട്ടുകയും പിന്നെ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഫലമുണ്ടാകുകയും പിന്നെ ഇല്ലാതായി തീരുകയും ചെയ്യുന്നതാകരുത്. റമദാൻ എന്ന് പറയുന്നതിനെ നമ്മൾ സ്ഥായിയായിട്ടുള്ള ഫലം നൽകുന്ന വൃക്ഷമാക്കി മാറ്റണം. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഈദായി അത് മാറുന്നത്. അള്ളാഹു നമുക്ക് മേൽ ഒരുപാട് ഔദാര്യവാനാകുന്നു. നമ്മളെ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ അവൻ്റെ മാർഗത്തിലൂടെ നടത്തുന്നതിന് വേണ്ടി ഒരുപാട് അവസരങ്ങൾ തന്നിരിക്കുന്നു. റമദാനിൻ്റെ മാസം അതിലൊന്നാകുന്നു. ഇതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ 10 പിന്നെ അവൻ്റെ പൊറുക്കലിൻ്റെ 10, പിന്നെ അവസാനം തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള 10. അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കുന്നവനാകുന്നു. അതുകൊണ്ട് നമ്മളെ ഈ ലോകവും പരലോകവും നമുക്ക് നന്നാക്കി തീർക്കാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പ്രയോജനമെടുക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ദൗർബല്യമായിരിക്കും. ഇന്ന് നമ്മൾ ഇവിടെ ശപഥം ചെയ്യേണ്ടത് എന്ത് അവസ്ഥയാണെങ്കിലും അള്ളാഹു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക അവസരത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നു. എല്ലാവരും അതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതിൽ അള്ളാഹുവിനുള്ള കടമകളും കടപ്പാടുകളുമുണ്ട്. അതുപോലെ തന്നെ അടിയാറോടുകളുടെ കടപ്പാടുകളുമുണ്ട്. അതുപോലെ തന്നെ നെഫ്സിൻ്റെ പരിഷ്കരണവുമുണ്ട്. തങ്ങളുടെ ചുറ്റുവട്ടത്ത് നന്മകൾ ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളുമുണ്ട്.
ഇതിൽ നിന്നെല്ലാം നമ്മൾ അതെല്ലാം തുടർന്നു കൊണ്ടുപോകണം. അങ്ങനെ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് എല്ലാ ഭാഗത്തും ഭക്ഷിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ ആകർഷിക്കാനും ഉള്ളവരായി അതിനുള്ള കഴിയുമാറാകണം. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹു ഈ മാസം തന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സ്ഥായിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുക എന്ന് ചിന്തിക്കണം. അള്ളാഹു റംസാനിൽ മാത്രമായി ആ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്നതല്ല, മറിച്ച് അത് മുഖേന മുന്നോട്ട് നമുക്ക് പൊറുക്കലിനുള്ള കവാടത്തിലേക്ക് പ്രവേശിക്കാനും അതുപോലെ തന്നെ പിന്നീട് തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള വഴിയും ഒരുക്കിയിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? റഹ്മത്ത് എന്താണ്? ഒരുപാട് അനുഗ്രഹം, ഒരുപാട് സഹാനുഭൂതി, അങ്ങനെയുള്ള ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. വളരെയധികം സഹിഷ്ണുത ഉണ്ടാവുക, ഒരുപാട് നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നവരുമായി തീരുക, തെറ്റുകളെ പൊറുക്കുക, അതിനോട് കണ്ണടയ്ക്കുക. ഇതാണ് റഹ്മത്ത്. ഇത് അള്ളാഹു ഈ രീതിയിൽ നമ്മോട് പെരുമാറാൻ ആഗ്രഹിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഇങ്ങനൊരു കാര്യം വേണ്ട എന്ന് ഏതെങ്കിലും ബുദ്ധിമാൻ പറയുമോ? അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി എന്നാരെങ്കിലും പറയുമോ? മറിച്ച് ഓരോ മനുഷ്യനും ശ്രദ്ധിക്കുക, ഈ ഒരു പെരുമാറ്റം സ്ഥായിയായിട്ട് എന്നോട് ഉണ്ടാകണമെന്നാണ്. ഈ ഒരാഗ്രഹമാണെങ്കിൽ സ്ഥായിയായിട്ട് ഇങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ പെരുമാറ്റമാണ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ തങ്ങളുടെ ജീവിതങ്ങളെയും ആ രീതിയിൽ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മഗ്ഫിറത്തിൻ്റെ പൊറുക്കലിൻ്റെ വാതിലിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ തിന്മകളെ മറച്ചു വയ്ക്കണം, നമുക്ക് പുറത്തു തരണം, നമ്മളെ അവൻ്റെ സംരക്ഷണ കോട്ടയിൽ വെച്ചുകൊണ്ട് നമ്മളെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമാറാകണം. അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മേലിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ചു കൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്ഥായിയായി പരിശ്രമിക്കണം, നന്മകൾ ഉണ്ടാക്കാൻ സ്ഥായിയായി പരിശ്രമിക്കണം, പരസ്പരം അവകാശങ്ങൾ കൊടുത്തു വീട്ടുന്നതിന് നമ്മൾ സ്ഥായിയായി പരിശ്രമിക്കണം. ആ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുന്നതും തിന്മയാകുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി നാം നമ്മെ സ്വയം വിലയിരുത്തണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തീയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ഭൗതികമായ തീയിൽ നിന്നും ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശൈത്താൻ്റെ കർമ്മങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. ശൈത്താൻ തന്നെയാണ് നമ്മെ ഈ ലോകത്തും പരലോകത്തും തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ വരുന്നതോടൊപ്പം അത് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതായി വരും. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ അത് മാറ്റേണ്ടതായിട്ടും വരും. അത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമുക്ക് മാറ്റേണ്ടതായി വരും. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സുദൃഢമാക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ വിലയിരുത്തണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രവർത്തനം ഇത് തന്നെയാണ്. അങ്ങനെ തൻ്റെ ഈമാനെയും അതിന് പുരോഗതി ഉണ്ടാക്കണം അനുദിനം. അതുമാത്രമല്ല അതിനെ കൂടുതൽ സുദൃഢമാക്കണം. അതുപോലെ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ അതിനെ ഭംഗിയുള്ളതാക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി തീരുകയുള്ളൂ. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ നോക്കുക. അതിൽ നമുക്ക് പ്രത്യേകമായും അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അവൻ്റെ സാമീപ്യത്തിൻ്റെ മാർഗങ്ങളിലേക്ക് മുന്നേറുന്നതിന് വേണ്ടി നമ്മളെല്ലാ നിലയ്ക്കും ശ്രമിക്കണം. എല്ലാ തരത്തിലുള്ള തീകളും ലോകത്ത് വലയം ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലെ അവസ്ഥയിൽ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് അനിവാര്യമാണ്.
അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇമാം നമ്മോട് ഉപദേശിച്ചത്. അതാണ് നമ്മോട് പറയുകയും ചെയ്തത്. അതുകൊണ്ട് ഒരു അഹമ്മദിയും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈദിൻ്റെ സന്തോഷത്തിൽ മാത്രം ഒഴുകിയാൽ പോരാ, മറിച്ച് ഇന്നും ദൈവസ്മരണയിലും ഇസ്തിഫാറിലേക്കും ഒരുപാട് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളിവിടെ നടത്തുന്നുവെങ്കിൽ, പക്ഷേ ചില ആളുകൾ, അവർക്ക് ശൈത്താൻ അവരുടെ ഭൂമിയെ ചുരുക്കിയിരിക്കുന്നു. അവർക്ക് താമസിക്കുന്നതിനുള്ള മേൽക്കൂര പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇസ്തിഫാർ ചെയ്യുകയും അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇതൊന്നും കിട്ടാത്ത ആളുകളെയും നിങ്ങൾ ദുആകളിൽ ഓർക്കുക. അള്ളാഹു അവർക്കും ഒരുപാട് എളുപ്പം ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. മാത്രമല്ല അവർക്കും ഈ തീയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മനുഷ്യകുലത്തിന് മേൽ അനുഗ്രഹം ചൊരിയട്ടെ, കാരുണ്യം ചൊരിയട്ടെ. ഇന്നത്തെ നന്മകളിൽ വലിയ നന്മ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ചാരിറ്റി, ആളുകൾക്ക് നമ്മളെ സാമ്പത്തികമായി സഹായിക്കുക, അവർക്കും വയറ് ധരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഒരു ഈദ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇത് മാത്രമല്ല, ഫലസ്തീനിലും സൂഡാനിലും ഉള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവരുടെ മാത്രമല്ല, മറിച്ച് പൊതുവായ രീതിയിൽ ലോകത്ത് പട്ടിണി കൊണ്ടുള്ള പ്രയാസത്തിൽ ചില വലിയ സംഘടനകളൊക്കെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് അവരെ റബ്ബാണെന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് പലരും കൊടുക്കാറുള്ളത്. ഇവരാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് അവർ പറയണം, അപ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെയും അവരോട് നമ്മൾ സഹാനുഭൂതിയോടുകൂടി കാരുണ്യത്തോടു കൂടി അവരെയും അവരോട് സഹായിക്കണം. മാത്രമല്ല അവരുടെ മുഖത്ത് ഉണ്ടാക്കുന്ന സന്തോഷം കണ്ടുകൊണ്ട് നമുക്ക് കിട്ടുന്ന തൃപ്തി, അത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഒരു സന്ദർഭത്തിൽ റബ്ബുൽ ആലമീൻ തഖ്വ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പറയുന്നു, അള്ളാഹു തൻ്റെ മഖ്ലൂക്കിനോട് കാരുണ്യം ചെയ്യുന്നത് പോലെ അവരോട് സ്നേഹദൃഷ്ടിയോട് നോക്കുന്നു. നിങ്ങളും അവൻ്റെ സഹസൃഷ്ടികളോട് വാത്സല്യപൂർവ്വം പെരുമാറുക, അവരോട് കാരുണ്യയോടുകൂടിയും സഹാനുഭൂതിയോടെയും വർത്തിക്കുക. അള്ളാഹുവിൻ്റെ ഒരിക്കലും തന്നെ ദുർഭകനും അലസതനായ ആളും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പ്രയോജനം അനുഗ്രഹം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ നന്മയിലും ഔദാര്യത്തോടു കൂടിയും പെരുമാറുന്ന കാര്യത്തിൽ മുസ്ലിം എന്നുള്ള തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുക. ലോകത്തുള്ള എല്ലാവർക്കും തങ്ങളോട് കഴിയുന്ന രീതിയിൽ ഔദാര്യം ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീനാകുന്നു, അതും റഹീമുൽ ആലമീൻ ആണ്. അതായത് മനുഷ്യൻ ആ രീതിയിലായി തീരണം. ഇതാണ് തഖ്വ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന് സന്തോഷം കിട്ടുന്നത് അള്ളാഹുവിൻ്റെ ഈ സിഫത്തുകളെ തങ്ങൾ മാറ്റുമ്പോഴാണ്, അതിനെ സ്വായത്തമാക്കുമ്പോഴാണ്. അങ്ങനെ മനുഷ്യകുലത്തെ സഹായിക്കുന്നതിനും അവരോടുള്ള സഹാനുഭൂതിക്കുമുള്ളൊരു മാർഗമാണിത്. അള്ളാഹു റംസാൻ്റെ തുടക്കത്തിൽ തന്നെ കാരുണ്യത്തോടും അതുപോലെ തന്നെ സഹാനുഭൂതിയോടും കൂടി നമുക്ക് മേൽ ചെയ്തിട്ടുള്ള ഔദാര്യങ്ങൾ, അത് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മളും ഈ അനുഗ്രഹത്തെ തുടർന്നു കൊണ്ടുപോകണമെന്നാണ്. റമദാൻ അനുഗ്രഹങ്ങൾ മുഖേന അതിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഈ രീതിയിൽ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ, അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കുന്നവരായി നമ്മൾ തീരും. അവൻ്റെ കൽപ്പനകൾ പ്രത്യേകമായി നമ്മോട് നൽകിയ കൽപ്പനകൾ അംഗീകരിക്കുന്നവരായി മാറും. നമ്മുടെ ഈ സമയത്ത് ഒരു കാര്യം ഓർക്കേണ്ടത്, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെയോടുള്ള കടമകൾ
ചെയ്യുന്നതോടൊപ്പം അവൻ അടിയാറുള്ള കടമകൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു കൽപ്പനയിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നവരായിത്തീരും. ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾക്കുള്ള മഗ്ഫിറത്തുള്ള സംവിധാനവും ഉണ്ടാകും. നമ്മൾ ശൈത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. നമ്മളെ തീയിൽ നിന്ന് രക്ഷിക്കുന്നവരെയുമായി നമ്മൾ മാറും. ഇതാണ് യഥാർത്ഥ ഈദ്. അതാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതും അതാണ് അവർ ആഗ്രഹിക്കേണ്ടതും. അല്ലെങ്കിൽ ശൈത്താൻ ആക്രമിക്കുമെന്ന് പൊതുവായി വിളംബരപ്പെടുത്തിയിരിക്കുന്നു. തഖ്വ മുഖേന മാത്രമാണ് അവൻ്റെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, ആക്രമണത്തിന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ശൈത്താൻ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. തഖ്വയുടെ ഒരു പ്രധാന ഭാഗം അള്ളാഹുവിനോടുള്ള അടിയാറുള്ള കടമകളും കടപ്പാടുകളുമാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഈദ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നതിൻ്റെ പേര് മാത്രമല്ല. തഖ്വയിൽ നടന്നുകൊണ്ട് അള്ളാഹുവിനുള്ള കടമകളും അവൻ്റെ അടിയോറുള്ള കടമകളും നിർവഹിക്കുക എന്നതുകൂടിയാണ്. ഈ ഒരവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരുമ്പോൾ, അതിനുവേണ്ടി പൂർണ്ണമായും ശ്രമിക്കുമ്പോൾ, അപ്പോഴാണ് അവരാണ് യഥാർത്ഥ ഈദിന് അവകാശിയായി തീരുന്നത്. ആ ഈദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എൻ്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യും. ആ ഈദ് ഈ ലോകവും പരലോകവും നമ്മളെ നന്നാക്കി തീർക്കും. അള്ളാഹു ഖുർആനിൻ്റെ ഭാഗത്ത് പറയുന്നു, വഅമ്മാമൻ ആമന വഅമില സാലിഹൻ ഫലഹു ജസാഇൽ ഹുസന വസനഖൂലു ലഹു മിൻ അംരിന യുസ്റന. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് പ്രതിഫലം എന്ന നിലയിൽ നന്മകൾ മാത്രമാണ് ഉള്ളത്. അവർക്ക് നാം ഒരുപാട് എളുപ്പമുള്ള മാർഗങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതാണ്. ഹുസന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ്, ഏറ്റവും നല്ല പര്യവസാനം എന്നാണ്, സ്വർഗവും വിജയവും എന്നാണ്. ഈ നല്ല സമ്മാനങ്ങളാണ് അത് കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ഇതെന്താണ് വേണ്ടത്? അള്ളാഹു ആർക്കാണോ എളുപ്പമുള്ള തീരുമാനമെടുക്കേണ്ടത്, അപ്പോൾ മറ്റെന്താണ് അയാൾക്ക് വേണ്ടത്? പക്ഷേ വിശ്വാസത്തിൽ സുദൃഢതയും സൽക്കർമ്മങ്ങളിൽ അതിനുള്ള നിബന്ധനയാക്കി വച്ചിരിക്കുന്നു. ഇതൊരു സാധാരണ വിശ്വാസമല്ല, മറിച്ച് ഇത് സുദൃഢമായ വിശ്വാസമാണ്. അതിനൊരു അന്നും തന്നെ ചഞ്ചലപ്പെടുത്താൻ സാധ്യമല്ല. നമുക്ക് ഉറപ്പിച്ച വിശ്വാസം വേണ്ടത് അള്ളാഹു എൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ നീക്കങ്ങളും നോക്കുന്നു എന്ന് ഉറപ്പ് വേണം. മാത്രമല്ല അള്ളാഹു എൻ്റെ എല്ലാ കർമ്മങ്ങളെയും നോക്കുന്നു എന്ന് ഓർമ്മ വേണം. എൻ്റെ വാക്കുകൾ കേൾക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കണം. അപ്പോൾ അവൻ രണ്ട് തരത്തിലുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആ കടമകളെല്ലാം നിർവഹിക്കുന്നതാണ്. അതിലൊരു പ്രകടന പരിധിയും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിന് വേണ്ടി എല്ലാ കർമ്മങ്ങളുമായി തീർന്നാൽ അവർക്ക് വേണ്ടി അവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നു, അള്ളാഹുവിൻ്റെ സാമീപ്യവും കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ശപഥം ചെയ്യുകയും ദുആ ചെയ്യുകയും വേണം. അങ്ങനെ നമ്മളിൽ യഥാർത്ഥ നന്മകൾ സ്വായത്തമാക്കുന്നവരായി തീരുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ട് യഥാർത്ഥ ഈദ് ആഘോഷിക്കുന്നവരായി തീരാൻ നമുക്ക് കഴിയണം. ഈ കാര്യത്തിൽ വിശദീകരിച്ചുകൊണ്ട് യഥാർത്ഥ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാൻ അനിവാര്യമാണ് എന്നതിനെ വിശദീകരിച്ചു ഇസ്ലാം പറയുന്നു, യഥാർത്ഥ നന്മയ്ക്ക് വേണ്ടി അനിവാര്യമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വീട്ടിനുള്ള എന്താണ് ചെയ്യുക എന്ന് മറ്റുള്ളവർ പുറത്തുള്ളവർക്ക് അറിയുന്നില്ല. മറ്റുള്ളവർക്ക് എന്തറിയാനാണ്? അയാൾ ചെയ്യുന്നതിനെ പറ്റി പുറത്തറിയുന്നില്ലല്ലോ. എന്നാൽ ഒരാൾ നാവ് കൊണ്ട് നന്മയെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയും ഹൃദയത്തിനുള്ളിൽ വിദ്വേഷം വെച്ച് പുലർത്തുകയാണെങ്കിലും അയാൾക്ക് ആ പിടുത്തമെന്നതിനെ ഭയപ്പെടുന്നില്ല. ഭൗതിക ലോകത്ത്
നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ വെളിച്ചത്തും അതുപോലെ തന്നെ ഈ ഇരുട്ടത്തും ഒറ്റയ്ക്കും പുറത്തും എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റൊന്നും അറിയുന്നില്ല, പക്ഷെ അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടി ഈ അള്ളാഹു വിശ്വസിക്കേണ്ടത് എല്ലാ കാര്യം മനസ്സിലാക്കി നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഹൃദയാന്തരാളങ്ങളെപ്പോലും അറിയുന്നവനായി അങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കണം. ഈ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു മാത്രമാണ് നമ്മളെല്ലാ സമയത്തും അകത്തും പുറത്തും എല്ലാ നിലയ്ക്കും വീട്ടിനുള്ളിലും ബസാറിലുമൊക്കെ നമ്മൾ നോക്കുന്നത്. നമ്മളെല്ലാ കർമ്മങ്ങളെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓരോ വിശ്വാസി ഹൃദയത്തിൽ എല്ലാ സമയത്തും വേണ്ടതാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും വാക്കുകളും അള്ളാഹു കാണുന്നു, മനസ്സിലാക്കുകയും ചെയ്യുന്നു, അറിയുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു കാര്യവും അവനൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല. ഈ ഒരവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ പിന്നെ മനുഷ്യൻ ശൈത്താൻ്റെ പിടുത്തത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുന്നതാണ്, അള്ളാഹുവിൻ്റെ അഭയത്തിലായിത്തീരുന്നതാണ്. പക്ഷെ ഓർക്കുക, ഈ അഭയത്തിൽ വരുന്നതിന് സ്ഥായിയായിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് പിന്നീട് നമുക്ക് ആ അനുഗ്രഹത്തെ ഒരു തലയ്ക്കും അത് ഒരിക്കലും തന്നെ അവസാനിക്കാത്ത അനുഗ്രഹമായി നിൽക്കും. അതെല്ലാ സമയത്തും നമുക്ക് ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് നന്മ എന്താണ് ഇസ്ലാം പറയുന്നു. നന്മ എന്ന് പറയുന്നത് ഒരു കോണിപ്പടിയാകുന്നു അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നതിന്. പക്ഷെ ഓർക്കുക, നന്മ എന്താണ്? ശൈത്താൻ എല്ലാ മാർഗത്തിലും തക്കം പാർത്തിരിക്കുന്നു, നന്മയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ റൊട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ രാവിലെ ആ ഭക്ഷണത്തിന് സമയത്ത് നല്ല ഭക്ഷണങ്ങൾ വെച്ചിരിക്കുമ്പോൾ ഒരു കഷ്ണം പോലും വായിലാക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരാൾ വന്ന് ഭക്ഷണം ചോദിക്കുന്നു, ഭക്ഷണം എടുക്കാൻ. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് പറയുന്നു, ഭക്ഷിക്കുന്നവർ പറയുന്ന ആ പഴയ റൊട്ടി എടുത്തു കൊടുക്കുക എന്നാണ് പറയാറുള്ളത്. അത് കൊടുക്കുക എന്ന് പറയുന്നു. ഇതാണോ നന്മ? പഴയ റൊട്ടി എന്തായാലും അവിടെ കിടക്കേണ്ടതാണ്. ഭക്ഷിക്കാൻ ഉള്ള എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകൾ അവർക്ക് ഈ പഴയ റൊട്ടി കഴിക്കേണ്ട ആവശ്യം അവിടെ കിടന്നു പോകുന്നതല്ലേ? അതൊന്നും അല്ലല്ലോ നന്മ. അള്ളാഹു പറയുന്നു, യുത്തിയുമൂന താമ അലാ ഹുബിഹി മിസ്കീനം വയത്തീമും വസീറ. ഭക്ഷണം തങ്ങളുടെ ആവശ്യമുണ്ടായിട്ട് പോലും യത്തീമുകൾക്കും അഗതികൾക്കും തടവുകാർക്കും കൊടുക്കുന്നു. ഭക്ഷണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് താം എന്നതിൻ്റെ അർത്ഥം തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നാണ്. അല്ലാതെ ഒരിക്കലും തന്നെ മോശമായ ഭക്ഷണം ആയിട്ടുള്ളതല്ല. പഴയ ഭക്ഷണത്തിന് താം എന്ന് പറയാറില്ല. ചുരുക്കത്തിൽ അതുകൊണ്ട് നല്ല പുതിയ ഭക്ഷണങ്ങൾ വെച്ചിരിക്കുമ്പോൾ ഭക്ഷണം തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് അതുകൊണ്ട് അത് കൊടുക്കുക, അതാണ് അതിൽ നിന്ന് ഭക്ഷണം നമ്മൾ ആ ഫക്കീറിന് കൊടുക്കുകയാണെങ്കിൽ അതാണ് നന്മ, അതാണ് നന്മയേണ്ടുന്നത്. അതുകൊണ്ട് അടിയാറുള്ള കടമകൾ ചെയ്യുന്നതിന് വേണ്ടി അതാണ് അള്ളാഹു ഒരു സാമീപ്യം നമ്മളെ കൊണ്ടുപോകുന്നത്. മനുഷ്യന് ഇതിനെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് ദരിദ്രനെ സഹായിച്ചു കൊണ്ടുണ്ടാകുന്ന ആ സന്തോഷത്തിന് പകരം വയ്ക്കാനൊന്നും തന്നെയില്ല. നമുക്കൊരിക്കലും തന്നെ ലോകത്ത് വിശപ്പെന്നാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. സുഡാനിലുള്ള ആളുകൾ അവർ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു അടുത്ത നേരത്തുള്ള ഭക്ഷണം കിട്ടുമോ എന്നറിയില്ല. ഈ സമയത്ത് നമുക്ക് ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട് നമുക്ക് വിൽക്കാം, എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കഴിക്കാമെന്ന് പറയുന്നു. ഫലസ്തീനിൽ അവരുടെ എത്ര കാലറിയാണ് അവിടെ ഭക്ഷണം കിട്ടുന്നത്, അതിൻ്റെ 10 പോലും അവിടെ കിട്ടുന്നില്ല. ഇതാണ് ഭക്ഷണം കിട്ടുന്ന ആളുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്നാൽ പട്ടി കിടക്കുന്ന അവസ്ഥകൾ ഇതിന് പുറമെയാണ്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ നന്മകൾ സ്വായത്തമാക്കുന്നതിന് ഈദിൻ്റെ സന്തോഷങ്ങൾ നമ്മൾ ആ സമയത്ത് ദരിദ്രരെയും ഓർക്കുക. ഇതാണ് യഥാർത്ഥ ഈദ്. അദ്ദേഹം പറയുന്നു, മോശമായ കാര്യങ്ങൾ ചെലവഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും നന്മ എന്ന് പറയാൻ കഴിയില്ല. നന്മയുടെ വാതിൽ വളരെ ചെറുതാകുന്നു, വളരെ ഇടുങ്ങിയതാകുന്നു. മോശമായ സാധനങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നന്മയിലേക്ക് എത്താൻ സാധ്യമല്ല.
ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെലവഴിക്കാത്തതുവരെ നമുക്ക് ആ സ്നേഹഭാജനത്തിന് സ്നേഹം കരസ്ഥമാക്കാൻ സാധ്യമല്ല. പ്രയാസങ്ങൾ അനുഭവിക്കാതെ യഥാർത്ഥ നന്മയെ സ്വായത്തമാക്കാൻ ശ്രമിക്കാതെ പിന്നെ എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക? വിജയങ്ങൾ കരുവയ്ക്കുന്നതിന് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായി വരും. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും തന്നെ സ്ഥാനങ്ങൾ കിട്ടുന്നതല്ല, വിജയം കിട്ടാൻ സാധ്യമല്ല, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിനു വേണ്ടി, യഥാർത്ഥ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതും അനിവാര്യമാണ്. ഇതാണ് യഥാർത്ഥ സന്തോഷം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗം. മറ്റൊരു സ്ഥലത്ത് മഹാത്മാവ് പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അനിവാര്യമാണ്. തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക, നന്മയിലേക്ക് അവൻ കുതിക്കുക. ഈ 2 കാര്യങ്ങൾ ഓർക്കുക. തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല നന്മ, മറിച്ച് നന്മയിലേക്ക് കുതിക്കേണ്ടതും നന്മയെ അന്വേഷിക്കേണ്ടതും അതും നന്മയാണ്. ഇത് വളരെ അനിവാര്യമായ സംഗതിയുമാണ്. നന്മയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. പിന്നെ നന്മയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് തിന്മ ഒഴിവാക്കുക, മറ്റൊന്ന് നന്മയെ കൂടുതലായിട്ട് നമ്മൾ സ്വാഗതമാക്കുക. ഒന്ന് ദ്രോഹങ്ങൾ ഒഴിവാക്കുക, മറിച്ച് മറ്റുള്ളവർക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. തിന്മയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും തിന്മ ഒഴിവാക്കിയതിൻ്റെ പേരിൽ പരിപൂർണനാകുന്നില്ല. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുമ്പോഴാണ് നമുക്ക് പരിപൂർണ്ണമാകാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് ഈ അവസ്ഥകൾ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം, അതിനെ സംബന്ധിച്ച് തിരിച്ചറിവ് വേണം. ഇതില്ലെങ്കിൽ തിന്മകളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യമല്ല. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടായി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. രാജാക്കന്മാരുടെ അതുപോലെ തന്നെ നിയമങ്ങളെയൊന്നും ആളുകൾ ലംഘിക്കുന്നത് അതിനൊക്കെ ഭയപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ട് അഹ്കമുൽ ഹാക്കിമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തിനാണ് അവിടെ ഭയപ്പെടാതിരിക്കുന്നതിന് കാരണം എന്താണ്? അതിനെന്തുകൊണ്ട് ലംഘിക്കുന്നു? അതായത് അവനിൽ വിശ്വാസമില്ല എന്നല്ലാതെ മറ്റെന്ത് കാരണമാണ്? അള്ളാഹുവിലുള്ള വിശ്വാസം ദുർബലമാണ്. ഈ ഒരു കാരണം മാത്രമാണ് തിന്മയിലേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ പ്രേരണ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച പ്രത്യേകത മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കുക. അതുതന്നെ അപ്പോഴാണ് നമ്മൾ നന്മയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. ചുരുക്കത്തിൽ അള്ളാഹു അപ്പോൾ അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. വീണ്ടും പറയുന്നു, എത്രമാത്രം നന്മകൾ ചെയ്യുകയാണെങ്കിലും അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നിർബന്ധ കടമകൾ, മറ്റൊന്ന് ഐച്ഛിക കടമകൾ. നിർബന്ധ കടമകൾ അതായത് എന്തൊക്കെയാണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത്? കടം കൊടുത്തു വിട്ടുക, കടം കൊടുത്തു വിട്ടുക അനിവാര്യമാണ്, അതും ഓർക്കേണ്ടതാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും നമ്മൾ നന്മ ചെയ്താൽ അതിന് അവരോട് അതുപോലത്തെ നന്മ ചെയ്യുക, അല്ലാതെ ഔദാര്യം ചെയ്യുന്നതൊന്നുമല്ല. മറിച്ച് നന്മ ചെയ്യുന്നവരോട് അതേപോലെ തന്നെ നന്മ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൂടാതെ ഓരോ നന്മയോടൊപ്പം നമ്മൾ അതിനുള്ള ഐച്ഛിക കാര്യമുണ്ട്. അതായത് അതിന് നമ്മൾ അധികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, അതായത് ഔദാര്യത്തിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഔദാര്യം ചെയ്യുക. ആരെങ്കിലും നമ്മോട് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൂടുതലായിട്ട് നമ്മൾ നന്മ തിരിച്ചു കൊടുക്കുക. ഇതാണ് നഫൽ എന്ന് പറയുന്നത്. അത് പൂർണ്ണമാക്കുന്നതിന് നമ്മൾ അനിവാര്യമാണ് കർമ്മങ്ങളെ. ഇത് മുഖേന നന്മകൾ പൂർത്തിയാക്കപ്പെടുന്നു, നമ്മുടെ നിർബന്ധ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നു, അത് ഉന്നതമായി തീരുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. പിന്നീട് അത് മുഖേന അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗവും അവർക്ക് കിട്ടുന്നു. ഇത് കിട്ടുകയാണെങ്കിൽ പിന്നെ അത് യഥാർത്ഥീയതായിത്തീരുന്നു. ഇതിനെ വെച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ പുറത്തൊക്കെ നല്ല സ്വഭാവങ്ങൾ കാണിക്കുന്നു, ജമാഅത്തിനും അതുപോലെ തന്നെ സാധുക്കൾക്കും ചിലവഴിക്കുകയും ചെയ്യുന്നു, പക്ഷെ വീടുകളിൽ വളരെ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവരുടെ കാഠിന്യ നിമിത്തം അങ്ങനെയുള്ള ആളുകളും ഓർക്കേണ്ടത്, അവരുടെ വീടുകളുടെ ഫസാദ് ഉണ്ടാകുന്നത് കാഠിന്യ നിമിത്തമാണ്. അത്തരമുള്ള ആളുകൾ അവരുടെ നല്ല കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് കുടുംബക്കാരെയും അടുത്ത ബന്ധുക്കളെയും ഒക്കെ ശ്രദ്ധിക്കണം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ അയൽവാക്കുകളെയും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉള്ള അനിവാര്യമായ സംഗതികളാകുന്നു.
ഇത് സംബന്ധിച്ച് അള്ളാഹുവും റസൂലും പ്രത്യേകമായി നമ്മെ ഉപദേശിച്ചിട്ടുമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെയും അറിയുന്നു. മനുഷ്യൻ ഈ നിലയ്ക്കും ഒരു സ്വയം വിലയിരുത്തണം. നന്മകൾ ചെയ്യുമ്പോൾ റംസാനിൽ നമുക്ക് ശരിയായ നന്മകൾ സ്വായത്തമാക്കാൻ കഴിയും. യഥാർത്ഥ ഈദിൻ്റെ സന്തോഷങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ വിശ്വാസങ്ങൾ സുദൃഢമാക്കുന്നതിന് അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കും നല്ല കർമ്മങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും സ്വായത്തമാക്കുന്ന നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷം നമ്മളിൽ ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ അവൻ്റെ പൊറുക്കലിൻ്റെ ആ ചാദറിൽ നമ്മളായി തീരുമാറാകട്ടെ. നമ്മൾ ശൈത്താൻ്റെ അവൻ ഉണ്ടാക്കിയിട്ടുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി തീരുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈദ് ആശംസിക്കുകയാണ്. ഈദ് മുബാറക്കോ. ലോകത്തുള്ള എല്ലാ അഹമ്മദികൾക്കും ഈദ് മുബാറക്ക്. ദുആകളിൽ പാകിസ്ഥാനിലെ അഹമ്മദികളെയും ഓർക്കുക, തടവിൽ കഴിയുന്ന ആളുകളെയും ഓർക്കുക. പാകിസ്ഥാനിലെ അഹമ്മദികൾ തുടർച്ചയായിക്കൊണ്ട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. തടവറയിൽ കഴിയുന്ന ആളുകൾക്കുള്ള മോചനത്തിലുള്ള മാർഗ്ഗം ഒരുക്കുമാറാകട്ടെ. യമനിലെ തടവറ കഴിയുന്നവർക്ക് ദുആ ചെയ്യുക. ഒരുപാട് പ്രയാസത്തിലാണ്. ലോകത്തുള്ള ഏത് സ്ഥലത്തും അഹമ്മദിയത്ത് കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ പ്രയാസത്തിൽ കഴിയുന്ന അഹമ്മദികൾക്ക് വേണ്ടി, എല്ലാ മർദ്ദിതിനു വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുക. ശുഹദാക്കളുടെ അഹമ്മദികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ബുർക്കിന ഫാസലിലെ ശുഹദാക്കളെ പ്രത്യേകം ഓർക്കുക. അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ശത്രുക്കൾ വീണ്ടും ബുർക്കിന ഫാസിലെ അഹമ്മദികൾ അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബോരി എന്ന പ്രദേശത്ത് നമ്മൾ 8 പേരുടെ ഷഹീദാക്കപ്പെട്ട സ്ഥലത്തേക്ക് ശത്രുക്കളുടെ പ്രത്യേകമായി അവർ ശ്രദ്ധിക്കുന്നു. അവരെല്ലാവരും അഹമ്മദികളും ഒരുമിച്ച് കൊണ്ട് അവിടെ മാറ്റിയിരിക്കുന്നു. അവിടെ ശത്രുക്കൾ വീണ്ടും അവിടെ ദ്രോഹത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പല ആളുകളെയും സംശയദൃഷ്ടിയോടെ കാണപ്പെട്ടിട്ടുണ്ട്. സുഡാനിലും അള്ളാഹു അവിടെയും അള്ളാഹുവിനെ സംരക്ഷിക്കുമാറാകട്ടെ. റംസാനിൽ ത്യാഗം ചെയ്യുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവരുടെ സന്തതിനും സന്താനങ്ങളും അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ അകറ്റുമാറാകട്ടെ. അവർക്ക് അവരുടെ ഭിന്നിപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് അവരൊന്നിച്ചു തീരുന്നതിന് അവർക്ക് കഴിയുമാറാകട്ടെ. ഫലസ്തീനികളെ അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്നവരാക്കി മാറ്റുമാറാകട്ടെ. ദ്രോഹത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ കഴിയുമാറാകട്ടെ. ഫലസ്തീനികൾക്ക് അവർക്ക് നീതി അവർക്ക് അതിനുള്ള നേതൃത്വം അവർ കിട്ടുമാറാകട്ടെ. അവർ ലോകത്തും അവരിക്കലും തന്നെ സ്വാർത്ഥചിന്തകരാകാതിരിക്കട്ടെ. മറിച്ച് പൊതുസമൂഹത്തിന് വേണ്ടി ശുദ്ധഹൃദയത്തോട് സേവനം ചെയ്യുന്നതും അത് പ്രയോജനം നൽകുന്നവരുമായ ആളുകൾ ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു ഈ കാലഘട്ടത്തിൽ ഇമാമിനെ തിരിച്ചറിയാൻ അവർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ അവർ യഥാർത്ഥ ഈദ് അനുഷ്ഠിക്കുന്നവരായി തീരുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈദിൻ്റെ യഥാർത്ഥ സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ. ലോകത്തിലുള്ള ദ്രോഹം ചെയ്യുന്ന ഭരണകൂടങ്ങൾ അള്ളാഹു ഇല്ലാതാക്കുമാറാകട്ടെ. ഇവർ നീതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ദ്രോഹത്തിനുമേൽ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എത്രയും വേഗം അവരുടെ നേതാക്കന്മാരെ പിടിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. ലോകത്തിന് നീതിപൂർവമുള്ള ഭരണകർത്താക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له
ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. अब दुआ कर लें. आमीन. अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू.